അപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങൾക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് മാംഗ്ലൂരിലോട്ടാണ്. എന്തിനാന്നല്ലേ പറയാട്ടോ. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും ആ ബ്യൂട്ടിഫുൾ സ്കൈയും സൂപ്പറല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ കോളേജിലോട്ട് പോയാലോ? അതെ, അപ്പോൾ ഈ കോളേജിലാണ് ഞാൻ എൻ്റെ BEd കംപ്ലീറ്റ് ചെയ്തത് ഗായ്സ്. അപ്പോൾ ഇതാണ് ശ്രീനിവാസ് കോളേജ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കോളേജ്? അടിപൊളിയല്ലേ? അപ്പോൾ എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സൂഡിയോയിലോട്ടാണ് ഗായ്സ്. മാംഗ്ലൂർ വന്നിട്ട് സൂഡിയോ കണ്ടിട്ട് കാണാണ്ട് പോകുന്നത് വളരെ മോശമല്ലേ? ഒന്നും എടുത്തില്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ചെന്നത് സൂഡിയോയിലോട്ടാണ് ഗായ്സ്. ഒരുപാട് ക്യൂട്ട് സാധനങ്ങൾ നമുക്ക് സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. പിന്നെ പോക്കറ്റ് കാലിയാവുന്ന വഴിയേ അറിയില്ല. വെറുതെ 9999 ഒക്കെ വെച്ച് കാണും. പക്ഷെ സംഭവം ആ ക്യൂട്ട്നെസ് കണ്ടിട്ട് നമ്മൾ വാങ്ങണം. അതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് കുട്ടികളുടെ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും 99 അത് വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ 2 ടോപ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വിശപ്പിൻ്റെ വിളിനാദം വന്നപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് റെസ്റ്റോറൻറ്റിലോട്ടാണ് ഗൈസ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി എനിക്ക് 10 പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്കിത് ചെയ്യാം. ഒരു ചിക്കൻ താലിയും ഒരു ഫിഷ് താലിയുമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു ചിക്കൻ്റെ ഐറ്റം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയാണ്. അപ്പം നമ്മൾ വിശപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് DMart ഗൈസ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോകുമ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.